ഞാനിപ്പോൾ നിൽക്കുന്ന കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് ഞാൻ കണിയാപുരത്ത് പോയിട്ട് തിരിച്ച് സിറ്റിയിലോട്ട് പോകാനാണ് ഇതുവഴി വന്നത്. ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടം പാലം ഒരു വീഡിയോ എടുക്കണം. ഈ കഴക്കൂട്ടം പാലം എന്ന് പറയുന്നത് നല്ല നീളമുള്ള പാലമാണ്. ഈ ഇടക്കാലത്ത് പണി കഴിപ്പിച്ച നല്ല ഒരു ഒന്നാന്തര പാലമാണ് കഴക്കൂട്ടം പാലം. അപ്പോൾ ആ പാലം നമുക്കൊന്ന് കാണാം. കഴക്കൂട്ടം പാലത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ നിന്നാണ് കഴക്കൂട്ടം പാലം തുടങ്ങുന്നത്. തുടക്കം കൊള്ളാം. അവിടെ നിന്ന് ഏതൊരു VIPസിൻ്റെ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. ആരാണെന്ന് അറിഞ്ഞൂടാ. ആരാ പോകുന്നേ? ആരാന്നേ ഒരു പിടിയില്ല. ഗവർണറാണ് കേട്ടാ പോണത്. ഗവർണറാണ് പോണത്. കൊള്ളാം, അടിപൊളി. അപ്പോൾ നമുക്ക് കഴക്കൂട്ടം പാലത്തിലോട്ട് കയറാം. തിരുവനന്തപുരത്ത് വന്നിട്ടില്ലാത്തവർ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും കഴക്കൂട്ടം പാലം ഒന്ന് യാത്ര ചെയ്യണം. നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാലമാണ്. ഒരു അഴിമതിയോ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഇല്ലാതെ നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാലമാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു പാലം ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. അടിപൊളി പാലമാണ്. ഒന്ന് കണ്ടു നോക്കാം. പാലത്തിൻ്റെ അടുത്തുള്ള ടൊയോട്ടയുടെ ഷോറൂമാണ് കേട്ടോ. ഇതൊക്കെ ഒരു ഫ്ലാറ്റാണ്. ഇൻഫോസിസ് UST ഗ്ലോബലൊക്കെ അങ്ങോട്ടാണ് വരുന്നത്. പുതിയ ടെക്നോ പാർക്കെല്ലാം അങ്ങോട്ടാണ് വരുന്നത്. പഴയ ടെക്നോ പാർക്ക് വരുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് യാത്ര ചെയ്യാണ്. കുറച്ച് നീക്കി പിടിച്ചത് കാത്തു പിടിച്ചത്. ഈ പാലത്തില് ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. 2 വരി പാലമാണ്. നല്ല നീളമുള്ള പാലമാണ്. കുറച്ചു കാലമേ ആയുള്ളൂ ഈ പാലം പണി കഴിപ്പിച്ചിട്ട്. നല്ല നീളമുള്ള നല്ല ഭംഗിയുള്ള ഒരു പാലമാണ്. കാണുന്നതാണ് ടെക്നോ പാർക്ക്. ആ കാണുന്നതാണ് പഴയ ടെക്നോ പാർക്ക്. ഈ ടെക്നോ പാർക്കിന്റെ ഏകദേശം അടുത്തായിട്ടാണ് ഞാൻ നേരത്തെ നിന്ന് വീഡിയോ എടുത്ത UST ഗ്ലോബലും ഇതെല്ലാം വരുന്നത്. നല്ല നീളമുള്ള പാലമാണ്. നടന്നു പോയാൽ കണിയാപുരത്ത് എത്തുന്നെങ്കിൽ ഒരു ദിവസം അത്രയും നല്ല നീളമുണ്ട്. ഈ പാലം 2 വരി പാലം ആണെങ്കിൽ പോലും ഒരു വരിക്ക് തന്നെ 2 വരിയുടെ വീതിയുണ്ട്. ഈ കാണുന്ന ടെക്നോ പാർക്കിന്റെ കെട്ടിടങ്ങളാണ്. ആ കാണുന്ന ടെക്നോ പാർക്കിന്റെ കെട്ടിടങ്ങളാണ്. ഈ പാലത്തില് അമിത വേഗതയാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം. ഇവിടുത്തെ വണ്ടി പിടിച്ച് താഴെയൊക്കെ പോയിട്ടുണ്ട്. ആള് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടതായിട്ടാണ് അറിവ്. വാർത്തയിൽ കണ്ടതാണ്. ഇവിടുത്തെ വാഹനം കൈവിട്ട് പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് വീഴുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല ഹൈറ്റിലാണ് ഈ പാലം ചെയ്തിരിക്കുന്നത്. നല്ല ഡ്രൈവിംഗ് അറിയാതെ ഒരു കാരണവശാലും ഈ പാലത്തിൽ ആരും കയറരുത്. ഡ്രൈവിംഗ് അറിഞ്ഞൂടാത്തവര് ഈ പാലത്തിൽ വാഹനം കൊണ്ട് കയറരുത്. അതൊരു മുന്നറിയിപ്പാണ്. കാര്യം ഈ പാലത്തിൽ വാഹനം കൊണ്ട് കയറി കഴിഞ്ഞാൽ വളരെ അപകടം പറ്റും. ഇവിടെ ഒരു കെട്ടിടമുണ്ട് കേട്ടോ സൈഡില്. ഈ കെട്ടിടം കുറെ കാലം കൊണ്ട് കഴക്കൂട്ടത്തിന്റെ ഒരു സ്മാരകമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ഇതിന്റെ തൊട്ടടുത്താണ് കാര്യവട്ട യൂണിവേഴ്സിറ്റി വരുന്നത്. കാര്യവട്ട യൂണിവേഴ്സിറ്റി ഇവിടെ തൊട്ടടുത്താണ് വരുന്നത്. പിന്നെ ഇവിടെ കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴക്കൂട്ടം ഇവിടെ കുളം കാണുന്നുണ്ട്. ഈ കുളം എന്ന് പറയുന്നത് ചരിത്രത്തിലുള്ള ഒരു കുളമാണ്. 8 വീട്ടിൽ പിള്ളമാര് കുളത്തോണ്ടിയ ഒരു കുളമാണ് ഈ കാണുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ ഇവിടെ ഉണ്ട്. പക്ഷെ നടന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 8 വീട്ടിൽ പിള്ളമാര് കുളത്തോണ്ടിയ ഒരു തറവാടാണ് ആ കുളമായിട്ട് നിങ്ങൾ അവിടെ കാണുന്നത്. പണ്ടത്തെ പുരാണ കഥയില് വേലിത്തമ്പി തളവായ 8 വീട്ടിൽ പിള്ളമാര് ആയിട്ടുള്ള കഥയിലുള്ള ഒരു കുളമാണ്. ഇതിന്റെ താഴെ കഴക്കൂട്ട സിറ്റിയാണ്. കഴക്കൂട്ട സിറ്റി. അയ്യോ പാലം തീരത്തില്ലേ.
അതാ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നീളമുള്ള പാലമാണ്. ഈ പാലത്തിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല അങ്ങോട്ടൊന്ന് എടുത്തത്, ബാക്കിലോട്ട് തിരിച്ചൊന്ന് എടുത്തത്. വൈകുന്നേരത്തെ ഭയങ്കര വൈബാണ് ഇവിടെ. ദോ കാണുന്ന കഴക്കൂട്ടത്തെ ഏറ്റവും വലിയ ഫ്ലാറ്റ് ആണ്. തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് ആണ് നിങ്ങളെ കാണുന്നത്. ഇതിന് മേളിലൊരു വലിയ ഫ്ലാറ്റ് തിരുവനന്തപുരം സിറ്റിയിൽ ഇല്ല എന്ന് തന്നെ പറയണം. പിന്നെ ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ എഞ്ചിനീയറിംഗ് വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര അപാരമാണ്. ഒരുപാട് തൂണുണ്ട് കേട്ടോ. ഇതിന്റെ കീഴെ ഒരുപാട് തൂണുണ്ട്. ഇതിന്റെ അപ്പുറത്ത് വേറൊരു പാലം വരുന്നുണ്ട്. സ്കൂട്ടറിലൊക്കെ പോകുന്നവരെ പതുക്കെ പോയില്ല. അതാ ഇപ്പൊ ഒരു പയ്യൻ പോകണ്ട, സ്പീഡ് കൂടുതലാണ്. പതുക്കെ പോയില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പണിയാണ്. ഇവിടെ എത്തുമ്പോ പാല ചരിവാണ് കേട്ടോ, ഭയങ്കര ചരിവാണ്. സൈഡിലോട്ട് സ്ലോപ്പാണ്. അപ്പോഴ് അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് കേട്ടോ, കൊല്ലം, എറണാകുളം, മുംബൈ. അപ്പൊ ഇതാണ് കഴക്കൂട്ടം പാലം. ഇവിടെ അവസാനിക്കുകയാണ്. ഹൈഡ് ചെയ്താണ് കഴക്കൂട്ടം പാലം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.